ബോവിക്കാനത്തെ സരസ്വതി വിദ്യാലയം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഭാരതീയ വിദ്യാനികേതൻ മാതൃഭാരതി സപ്തശക്തി സംഗമം നടന്നു. മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ ശാക്തീകരിക്കുവാൻ മാതൃഭാരതി വിവിധ പ്രവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് സ്കൂളിൽ സപ്തശക്തി സംഗമം സംഘടിപ്പിച്ചത്. അൽഡ്രുബ ഫ്രൈഡ് ചിക്കൻ മസാല മിക്സ്, മാരിനേറ്റ്, കോട്ട് ആൻഡ് ഫ്രൈ. ഇത്രയേ ഉള്ളൂ. റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇനി നിങ്ങൾക്കും ഈസിയായി തയ്യാറാക്കാം. ട്രൈ ഇറ്റ് നൗ. രാവിലെ ദീപപ്രജ്വലനം, പ്രാർത്ഥനാ ചടങ്ങുകളോടെയാണ് മാതൃഭാരതി സപ്തശക്തി സംഗമം നടന്നത്. റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥ വിശാലാക്ഷി ദേവി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ സംസ്കൃതിയെക്കുറിച്ചും മാതൃചേതനയെക്കുറിച്ചും മുത്തശ്ശിക്കഥകളുടെ മഹത്വത്തെക്കുറിച്ചും വിശാലാക്ഷി ദേവി വിവരിച്ചു. ഭാരതത്തിൽ ശ്രീ വിവേകാനന്ദ സ്വാമികൾ, ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ, വേദവ്യാസൻ, വാൽമീകി മഹർഷി ഇവരൊക്കെ ജനിച്ചു വളർന്ന ഈ ഭാരതത്തിൽ നമ്മുടെ ആ പൈതൃകം കാത്തു സൂക്ഷിക്കാതെ കുട്ടികൾ ഇങ്ങനെ തലതിരിഞ്ഞു പോയത്, വഴിതിരിഞ്ഞു പോയതിൻ്റെ കാരണം എന്താണ്? നമ്മളാണത് ആലോചിക്കേണ്ടത്. ഭാരതത്തിൽ ചരിത്രത്തിൽ അമ്മമാർക്കാണ് ഏറ്റവും പ്രാധാന്യം നൽകിയിരിക്കുന്നത്. കൂട്ടുകുടുംബങ്ങളായിരുന്നു നമ്മുടെ സംസ്കാരത്തിൻ്റെ പരമമായ സത്യം. കുടുംബങ്ങളിൽ ജീവിച്ച കുട്ടികൾ എനിക്ക് തോന്നുന്നില്ല ആരും ഇങ്ങനെ വഴിതെറ്റി പോകുമെന്ന്. എന്താ വെച്ചാൽ അവിടെ അമ്മയില്ലെങ്കിൽ, അമ്മയ്ക്ക് സമയമില്ലെങ്കിൽ അമ്മായിമാരുണ്ടാവും, അല്ലെങ്കിൽ വല്യമ്മമാരുണ്ടാവും, മുത്തശ്ശിമാരുണ്ടാവും. മുത്തശ്ശിമാരുടെ കഥ പറഞ്ഞ് കേൾക്കാത്ത കുട്ടികൾ ആരെങ്കിലും പണ്ടുണ്ടായിരുന്നു? നമ്മുടെ തലമുറയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. മുത്തശ്ശന്മാരും പറഞ്ഞു തന്ന കഥകൾ കേട്ടാണ് നമ്മൾ ഉറങ്ങിയിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അമ്മക്ക് സമയമില്ല, അച്ഛന് സമയമില്ല. അംബിക അരവിന്ദ് അധ്യക്ഷത വഹിച്ചു. ഇന്ന് നമ്മുടെ അന്യം നിന്നു പോകുന്ന നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളും രുചി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ യുവതലമുറയും അതോടൊപ്പം തന്നെ നമ്മുടെ പരിസ്ഥിതിയും നമ്മുടെ കുടുംബ ബന്ധങ്ങളും നമ്മുടെ വ്യക്തിബന്ധങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇനി വരുന്ന തലമുറയെങ്കിലും, അല്ലെങ്കിൽ ഇന്ന് യുവാക്കളായിരിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മളെ പോലുള്ള അമ്മമാർ ഒക്കെ സമൂഹത്തിന് നല്ല നല്ല മാതൃകകൾ കാണിച്ചുകൊണ്ട് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ മൂല്യങ്ങളെ തിരിച്ചു പിടിക്കുകയും നമ്മുടെ സംസ്കാരങ്ങളെ മുറുകെ പിടിക്കുകയും ഭാരതീയമായ കാഴ്ചപ്പാടിനെ ഉയർത്തിക്കാണിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു പോകുന്നത്. ശാലിനി, രമ്യ എന്നിവർ സംസാരിച്ചു. സുജിത സ്വാഗതവും പ്രജിത നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. ശ്രീലേഖ, നിഷ, ബിന്ദു, സരിത മല്ലം, രസ്ന, ഭവ്യ, പവിത്ര, അശ്വതി, ചൈത്ര, അനിത, അംബിക അരവിന്ദ്, സുരമ്യ എന്നിവർ വിഷയാവതരണം നടത്തി. പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ടും വിഷയങ്ങളിലെ വൈവിധ്യം കൊണ്ടും പരിപാടി ശ്രദ്ധേയമായി മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.